ഡാ മോനെ, ഈ ജീവിതം എന്ന് പറയുന്നതേ ഒരു വേഷം കെട്ടലാടാ. ഈ മറ്റുള്ളവർക്ക് വേണ്ടി കെട്ടിയാവുന്നൊരു വേഷം. അതിൻ്റെ ഏറ്റവും വലിയ ജീവിക്കുന്ന ഉദാഹരണമാണ് ഈ ഞാൻ, നിന്റെ അച്ഛൻ. ഇനിയിപ്പോ എൻ്റെ ഒപ്പം നമ്മളെ വീട്ടിൽ ഒരാളോട് കൂടുമെന്നല്ലേ ഉള്ളൂ. നമുക്ക് വരുന്നിടത്ത് കാണാടാ. നീ ഉപദേശം കേൾക്കാതെ കാല് തൊട്ട് തൊഴടാ. വിഷ്ണു, അമ്മ പറയുന്ന കേക്ക്. ചെറുക്കന് താലി എടുത്തു കൊടുക്കുന്ന ആരാ? ഞാനാ. അമ്മയുടെ കാല് ഇപ്പൊ തൊട്ട് വന്നിക്കണ്ട, ചടങ്ങാവുമ്പോ ഞാൻ പറയാം. ശരി. പിന്നെ ഈ കാണിച്ചു കൊടുത്തൊക്കെ ചടങ്ങല്ലയോ? സ്റ്റാർട്ടാവുന്നില്ല. ഇനി വിവാഹം നടക്കാൻ കുറച്ചു നേരം കൂടിയേ ഉള്ളൂ. എല്ലാം അവസാനിച്ചു എന്ന അവസ്ഥയിൽ നിന്നും പപ്പിയും സത്യയും ഒരു വഴി തുറന്നു തന്നതാ ഹർഷനിലേക്ക് എത്താൻ. എന്ത് കടമ്പയാ കൃഷ്ണ ഞാൻ ഇനി ചാടിക്കടക്കേണ്ടത്? എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? പപ്പിയും സത്യയും ഈ കല്യാണം മുടക്കാൻ വേണ്ടി ചെയ്തതെല്ലാം വെറുതെ ആയി പോവും. രാമേട്ടാ, എങ്ങനെയെങ്കിലും ഇതൊന്ന് ശരിയാക്കിയെടുക്കാൻ പറ്റുമോ? ഒരല്പസമയം എടുക്കും മോളെ. എളുപ്പത്തിലെത്താൻ മറ്റെന്തെങ്കിലും മാർഗം? അത് നീയിപ്പോ ബൈപ്പാസിലേക്ക് എത്താൻ നീയിപ്പോ എന്താ ചെയ്യാ? ഞാൻ നോക്കട്ടെ. ഒരു ഓട്ടോ വരുന്നുണ്ട്. ഇതിപ്പോ ഏതെങ്കിലും ഇടവഴിയിലൂടെ ബൈപ്പാസിലേക്ക് എത്താൻ പറ്റുമോ? ആ വഴി പോയാൽ എത്താം. പക്ഷേ വഴി അല്പം മോശം. ബൈക്ക് പോലും നേരെ പോവില്ല. അത് കുഴപ്പമില്ല. എനിക്ക് മുഹൂർത്തത്തിന് മുമ്പ് ഹർഷനെയും കുട്ടികളെയും കണ്ടെത്തിയേ പറ്റൂ. വണ്ടി ശരിയാക്കിയിട്ട് രാമേട്ടൻ ബൈപ്പാസിലേക്ക് വന്നാ മതി. ശരി മോളെ. തോറ്റുകൊടുക്കാൻ വയ്യ. സമയത്തെ പരാജയപ്പെടുത്തി ലക്ഷ്യസ്ഥാനത്ത് എത്തിയേ പറ്റൂ. ഇവിടെ ഞാൻ പരാജയപ്പെട്ട അതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമായി മാറും. ഇല്ല, അത് ഞാൻ സമ്മതിക്കില്ല. തോൽക്കാൻ എനിക്ക് മനസ്സില്ല.